ഈ 7 മണിക്കൂർ 5 മിനിറ്റ് വിളിക്കുന്നതിനാ നീ ഇതിങ്ങനെ പറയുന്നത്? എന്നാലും എത്ര സമയമുണ്ട്? നിനക്ക് ആകെ 2 മണിക്കൂറല്ലേ വേണ്ടു അത് ഒട്ടിക്കണമെങ്കിൽ. പിന്നെ 1,500 ചിത്രം. എന്നാ പിന്നെ ഒരു കാര്യം അത് ചെയ്യുക. പിന്നെ എന്നെ വെറുതെ ഡിസ്റ്റർബ് ആക്കാൻ നിക്കണ്ട. ഒന്നും തിരക്കില്ലെങ്കിലും എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന അതിന്റെ ആവശ്യമുണ്ടല്ലോ. അല്ല, ഞാന് എന്റെ അവസ്ഥ എന്ന് ഇങ്ങനെ തന്നെ ആയിരിക്കും. നിനക്ക് ഓരോരോ ആലോചന നേരം ഞാൻ വിഷമിക്കണം. അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ പാടും. നിനക്ക് അല്ല, ഞാൻ നാളെ മുതൽ ഞാൻ ഒരു പെണ്ണ് കാണാൻ പോയി. അല്ല, ഓക്കെ ആയി. നീ ഇപ്പൊ എന്നോട് എന്തെല്ലാം കളി കളിക്കൂ? സങ്കടപ്പെടൂലേ? എന്റെ എന്നാ വിട്ടിട്ട് മഹേഷടെ പോയി. അതെ, ദുഃഖിക്കും. അയ്യ, ഒന്ന് പോയർന്ന്. നീയല്ല ഓന്തിന്റെ കളറാണ്. നീ ഏത് സമയത്ത് മാറും. ഞാൻ കണ്ടാകല്ലേ അല്ല. അയ്യടാ, എന്നാ നീ നല്ല കോമഡി നീ പറയറാ. എങ്ങനെ ഇരിക്കുന്നു നീ? അതെ, എങ്ങനെ കത്താരിട്ട് കിട്ടിയാ? ഇപ്പൊ അവിടെ ഇരിക്കുന്നു റൂമില്ലാടാ. നീയല്ല പറഞ്ഞു കത്താരയുടെ എണീച്ചു വന്നത്. ഒന്ന് പോയായിരുന്നു. ഹലോ, ഞാൻ വിചാരിച്ച നിലത്ത് ചമ്മടം പടിഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചു. ഞാൻ വെച്ച് ഇങ്ങനെ ആയ സമയത്ത് അങ്ങനെ ഇരുന്നാൽ എന്തായിരിക്കും. എന്താവില്ല അങ്ങനെ ഇരുന്നാല്. നീ അങ്ങനെ ഒന്നല്ലേ. അന്നേരം നല്ലോണം പോകൂടാ, അങ്ങനെ ഇരുന്നൂടാ. ഹലോ, അന്നേരം അതിങ്ങനെ തുറന്നിട്ടുണ്ടാവില്ലേ. ഒന്ന് ചോക്കറാ. വെക്കും. ഹലോ, അതിനെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. പറഞ്ഞ് കളിക്കണ്ട. ഇനി ഞങ്ങൾക്കൊന്നും അറിയാനൊന്നുമില്ല. അല്ല, ഇറങ്ങി എനിക്കെല്ലാം പറഞ്ഞെന്നില്ലേ. എല്ലാ കാര്യം നീ എന്നൊക്കെ പറഞ്ഞത്. നല്ല നീ എന്നാ പറഞ്ഞത്. നീയാണ് എന്റെ ഈ കത്തിലെ ടീച്ചർ. അങ്ങനത്തെ ഒന്നുമില്ല. അതെല്ലാം ഏതോ പ്രായത്തില്, ഏതോ ചെറിയ പ്രായത്തിലുള്ള സംഭവം. അല്ല, ഹലോ, വയറുവേനുണ്ടാ? ഇത് തടിയെല്ലാം എങ്ങനെ വയറെല്ലാം ഇപ്പൊ പൊന്തിട്ട് നിങ്ങളുടെ ഉണ്ടാ? തടി മെലിഞ്ഞിട്ട് തന്നെയാ? വയറോ വന്തതുണ്ടാ? എന്നാലും കുറച്ചുണ്ടാവല്ല. സാരി കൊടുക്കുന്നുണ്ടായി.
അവനെടുത്ത വയറ് കാണോ? മാരിയമ്മക്ക് അവനെടുക്ക വെളിച്ചെണ്ണ കൊണ്ടു കൊടുക്കാൻ ഏറ്റതാണ് നീ കൊണ്ടു കൊടുത്തോ? ഇനി എനക്ക് ഉത്തരവാദിത്തമില്ല, ഇനി നിനക്കാണ്. എന്ത്? അയ്യടാ, ഇനി എന്നോട് നീ പറഞ്ഞ് കളവ് അറിയില്ല, അതറിയില്ല, ഇല്ലതുപോലെ പറയും. ഇനി നിനക്ക് ദോഷം വരും. എന്ന് നീ എന്നോട് അങ്ങനെ കളവ് പറഞ്ഞിട്ട് ഇനി മേലിൽ കളവ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് നീ ഏറ്റിനി. അയ്യടാ, നീ അന്ന് രാത്രി എന്നോടൊന്ന് പറഞ്ഞിട്ട് അമ്മ വരുന്ന് അച്ഛൻ വരുന്ന് എപ്പോഴും ഇങ്ങനല്ലേ. നമ്മ വെറുതെ പൈസയും ചെലവാക്കിട്ട് വിളിക്കല്, ഓളാടുന്ന് ഇല്ല കളിയെല്ലാം കളിക്കല്. ഫ്രണ്ട് നല്ലതാണെങ്കിൽ ഒന്നേ വേണ്ടു, അതാണ് കൊറേ വേണ്ട. എന്നെ കണ്ടുപിടിക്കുക, എനിക്ക് നല്ലൊരു ഫ്രണ്ട് നീയാണ്, അതുകൊണ്ട് ഞാൻ ഒന്നേലും നിലനിർത്തി, വേറെ ആളെ നോക്കാൻ പോയിട്ട. നീ അങ്ങനല്ലല്ലോ. ഹലോ ഹലോ, ഇന്നത്തെ രാവിലത്തെ ഹാപ്പിനെസ് ഒന്നും ഇല്ലല്ലോ. രാവിലെ ഉണ്ടായ ഹാപ്പിനെസ് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ. അവിടെ കുടിവെള്ളമില്ലേ? എന്തിനും അധികം വെള്ളമൊന്നും കുടിക്കണ്ട, കുടിച്ചതെല്ലാം അതിലേ പോകുന്നില്ലേ. ഹലോ ഹലോ, കേട്ടിട്ടേ നീ മിണ്ടാണ്ടിരിക്കണ്? ഹലോ, ഇന്ന് ആലോചിക്കുന്നു. പിന്നെന്ന് രണ്ട് വേദന എടുക്കല് പിന്നെ എങ്ങനെയല്ല ആവുമ്പോ നടുവേദന എടുക്കുക ഇങ്ങനെയല്ല നടുവേദന എടുക്കുന്നത്, ഇങ്ങനെ ആവുമ്പോഴല്ല നടുവേദന എടുക്കുന്നത്. ഇല്ലെന്ന് അല്ല അങ്ങനെ കൊറേ സമയം ഇരുന്ന നീ ചെറിയ പെണ്ണല്ലടാ, അങ്ങനെയൊന്നും പറയലുണ്ടോ വേദന എടുക്കുന്നത്? എന്തായിന്? അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് പരിപാടി ആക്കുമ്പോ അങ്ങനെ കുനിച്ചിട്ടും മറിച്ചിട്ടും കാല് കൊതിച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോ നീ പറയില്ലേ നാട്ടുകാരെ എടുക്കുന്നത്? അല്ല അന്നേരം നീ പറയൂലേ? എന്തിനു വിളിക്കുന്നത്? എന്തെന്ന് എന്തെന്നാക്കുന്നേ? ഇപ്പൊ എന്തെന്ന് സൗണ്ട് ആക്കിന്? ഒന്നുകൂടെ ആക്കിയ ഒന്നുകൂടെ ആക്കടാ, ഒന്നുകൂടെ ശ്രമിച്ചു നോക്കി, ചിലപ്പോ കിട്ടും. കിട്ടും ഒന്നുകൂടെ നോക്കി കിട്ടോ? കിട്ടൂടാ, നീ ശ്രമിക്ക്. ഹലോ ഹലോ, ഇതറിയാണ്ട് കട്ട് ചെയ്തു. ഇങ്ങനല്ല